ചെയ്യാൻ പറഞ്ഞു വാ. കാലിപ്പാവം കണ്ടുപിടിച്ചുണ്ട്. ക്യാൻസർ ഇതാണ് ജഗ്നേഷിപ്പ്. അങ്ങനെ കിടക്കാനാണെങ്കിൽ അവനെ കൊണ്ട് കളഞ്ഞു. അമ്മച്ചീനെ കാണാൻ തന്നാണ്. ഇനി അടുത്ത് 22-ാം തീയതി കൊണ്ടുവരണം. 22-ാം തീയതി അതിൽ ഡേറ്റ് ഇട്ടിട്ടുണ്ട്. കുരുവില്ലടാ എനിക്ക്. ചേടാ ഇൻജക്ഷൻ എടുത്തിട്ട് അവന് ഒരു കുരുവില്ല. എന്തിനാ നോക്ക്, പോളിയോ കാർഡൊക്കെ ഉണ്ട്. ഇത് മനുഷ്യൻ്റെ മനുഷ്യനെ സോറി, നീ ആരടാ പോളിയോ കാർഡ്? പേര് കൊടുത്തില്ലായിരുന്നു കേട്ടാ, വിസ്കി കൊടുത്തില്ല. ശരിക്കും ഞാനൊരു പപ്പീനെ കയ്യിലെടുക്കുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു മൃഗാശുപത്രിയിൽ പോകുന്നത് ഫസ്റ്റ് ടൈമാണ്. അവിടെ ചെന്നപ്പോൾ കണ്ട കാഴ്ചകൾ എനിക്ക് വളരെ ശരിയായില്ല. എന്നാലും ഇവന് വാക്സിനൊക്കെ എടുത്തു. അവന് ജസ്റ്റ് ക്ഷീണവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അപ്പം രാവിലെ പുള്ളിക്കാരൻ കുളിച്ചിട്ടൊക്കെയാണ് വാക്സിനൊക്കെ എടുക്കാൻ പോയത്. ഭയങ്കര ചാട്ടമൊക്കെ ആയിരുന്നു. ഇപ്പം വലിയ ചാട്ടമൊന്നുമില്ല. അപ്പം എന്താണെന്ന് അറിഞ്ഞൂടാ. അപ്പം ഞാൻ ഇവനെ ഇങ്ങനെ നിരീക്ഷിക്കാൻ പോവുകയാണ്. ഇവൻ്റെ അവസ്ഥയും എന്താണ് പട്ടിക്കുഞ്ഞുങ്ങൾക്ക് പപ്പീസിനൊക്കെ ഉണ്ടാവുന്ന ഇമോഷൻസ്, ഫീലിങ്സ്, ഈ വാക്സിനൊക്കെ എടുത്ത് കഴിയുമ്പോൾ അവർക്കുണ്ടാവുന്ന ഓരോ മാറ്റങ്ങളും കാര്യങ്ങളും അതൊക്കെ നമുക്കൊന്ന് വീക്ഷിച്ച് നോക്കാം. അപ്പം ഞാൻ ഫസ്റ്റ് ടൈമാണ് ഒരു പിന്നെ വിസ്കീനെ ഇങ്ങനെ എടുക്കുന്നത്. അപ്പോൾ അവനിപ്പം എൻ്റെ അടുത്ത് ഭയങ്കര കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ഇവനെ എപ്പോഴും കുളിപ്പിച്ച് വൃത്തിയാക്കി ഭയങ്കര എനിക്ക് വൃത്തിയായിട്ടിരിക്കണം എപ്പോഴും. അത് എല്ലായ്പ്പോഴും അങ്ങനെ തന്നെയാണ്. അപ്പം ഇവനെ ഞാൻ ഇപ്പോഴും ഇങ്ങനെ വൃത്തിയാക്കി ഇങ്ങനെ കണ്ടില്ലേ വെളുത്തിരിക്കുന്നത്, ഞാൻ വൃത്തിയാക്കി എൻ്റെ ഫലമാണ്. നമുക്ക് വിസ്കിയുടെ തുടർ ചികിത്സയിൽ ഉള്ള കാർഡും കാര്യങ്ങളൊക്കെ കാണിച്ചത്. അങ്ങനെ കാർഡ് വരെ ഉണ്ട്, പോളിയൊരു കാർഡ് വരെ കിട്ടി. അപ്പം ഇനി അടുത്ത 27-ാം തീയതി വീണ്ടും പോകണം. അപ്പം ടാറ്റാ ബൈ ബൈ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ടാറ്റാ വിസ്കി, ടാറ്റോട് അവിടെ അവിടെ അവിടെ